ഞാനിപ്പോഴും നിൽക്കുന്നത് പേരട്ട കല്ലന്തോടാണ്. പേരട്ട കല്ലന്തോട് കൊതുമ്പറമ്പ് ചിറ ഐസക്കിന്റെ വീട്ടിന് മുന്നിലാണ്. ഇവിടെയാണ് കാട്ടാന ആദ്യം എത്തിയത്. അതായത് കർണാടക വനവും കടന്ന് ഈ ഗേറ്റ് വഴി, അതായത് റോഡ് മുറിച്ച് പേരട്ട കോളിത്തട്ട് റോഡ് മുറിച്ച് കടന്ന് കാട്ടാന ഇതുവഴി വന്ന് നേരെ ഈ വീട്ടിലേക്ക്, അതായത് ഐസക്ക് എന്ന് പറയുന്ന ആളിന്റെ വീട്ടിലേക്കാണ് ആദ്യം എത്തിയത്. 3:30 ആയപ്പോഴാണെന്ന് തോന്നുന്നു ഗേറ്റിനകത്തോട്ട് കയറിയിട്ട് ഈ ഭാഗത്തോട്ട് പോയി ഇങ്ങനെ കറങ്ങിയിട്ട് മുളയെല്ലാം വലിച്ചു ഉരച്ച് ഇങ്ങനെ വാഴയും അതും ഇതെല്ലാം നോക്കി ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ വസ്തുവിടെ തിരിച്ചു പോയിട്ട് ഇപ്പറ ഇവിടെ തിരിഞ്ഞു വന്ന് ഈ അടുത്ത വീട്ടിൽ കയറി, പിന്നെ അതിൻ്റെ അടുത്ത വീട്ടിലെ അവിടെ കാർ പോർച്ചും എല്ലാം ഉള്ളതിൻ്റെ ഇടയ്ക്കൂടെ ഇത് പോയിരുന്നു. അത് CCTV കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് അങ്ങോട്ട് പോയി. പിന്നെ ഞങ്ങളൊക്കെ നല്ല ഉറക്കമായിരുന്നു. രാവിലെ നോക്കുമ്പം ഇതൊക്കെ കാണുന്നുണ്ട്. ഐസക്ക് എന്ന് പറഞ്ഞ അവരുടെ വീട് കടന്ന് ഈ ഒരു മതിലാണ്, തൊട്ടിപ്പുറമാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞവരുടെ വീട്. തെക്കനാട്ട് കൃഷ്ണൻ അവരുടെ വീട് ഇതുവഴിയാണ്, ഞാനിപ്പോൾ പോകുന്ന ഇതുവഴിയിലൂടെയാണ് കാട്ടാന വന്നത്. നേരെ ഇവരുടെ വീട്ടിന്റെ മുറ്റത്തുകൂടെയാണ്, ഇവരുടെ വാഴയൊക്കെ കളഞ്ഞിട്ട് മുറ്റത്തുകൂടെയാണ് ആന പോയത്. എന്താ സംഭവം? രാത്രി 1:15 സമയത്ത് നല്ലൊരു കാറ്റ് മഴയായിരുന്നു. അപ്പൊ കാറ്റിന് വാഴകളൊക്കെ ഒടിഞ്ഞു വീഴുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് ഒരു 6 മണിക്കാണ് അടുത്ത വീട്ടിൽ കാനാട്ട് ജോസ് എന്ന് പറഞ്ഞ ആളെ വീട്ടിന്റെ മുറ്റത്ത് ആനയുടെ പിണ്ടം കണ്ടത്. അപ്പൊ അന്നേരമാണ് ആന കയറിയെന്നുള്ളത് മനസ്സിലായത്. ഈ ജനവാസ മേഖലയായ ഈ ഒരു സ്ഥലത്ത് ആന കയറുക എന്ന് പറയുമ്പോൾ വളരെ വളരെ ആശങ്കയുണ്ട് നമ്മൾക്ക്. അതുകൊണ്ട് അധികൃതർ ഇതിന് വേണ്ടുന്നത് കൃത്യമായിട്ട് അത് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കും. കൃഷ്ണന്റെ വീട്ടുമുറ്റത്ത് കൂടിയാണ് ഈ കാട്ടാന, ഈ കാട്ടുകൊമ്പൻ ഇതുവഴിയാണ് കടന്ന് തൊട്ടപ്പുറം ജോസ് എന്ന് പറയുന്ന ആളിന്റെ വീട്ടിലേക്ക് കടന്നത്. അതായത് ഇതുവഴി കടന്ന് നേരെ അപ്പുറം മതിൽ ചാടി ജോസ് എന്ന് പറഞ്ഞ ആളിന്റെ വീട്ടിലേക്കാണ് കാട്ടാന പിന്നീട് എത്തിയത്. ഇപ്പം 3-4 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഇത് നിത്യസംഭവം ആയിരിക്കുകയാണിത്. ഇതിപ്പം ഇന്നലെ ഇങ്ങനെ ഗേറ്റും മതിലൊക്കെ ഉള്ളപ്പോൾ നമ്മൾ സേഫാന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷെ നമ്മൾ എന്ത് സേഫാ? ഒരു സേഫും ഇല്ല. ഇത് സർക്കാർ ഇതിന് വേണ്ട തീരുമാനങ്ങൾ എന്തായാലും ഉടൻ തന്നെ കൈകാര്യം ചെയ്യണത്. ഇതിപ്പം നമുക്ക് ഈ പ്രദേശവാസികൾക്ക് മൊത്തം ഇത് ബാധിക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ. ഇപ്പൊ എന്റെ മതിലും ഗേറ്റും ചാടിയല്ല വന്നിരിക്കുന്നത്. ഇപ്പൊ അടുത്ത വീട്ടിൽ കോമ്പൗണ്ടിൽ വന്നതിന് ശേഷം ആ മതിലും ചാടിക്ക് വന്ന് എന്റെ വീട്ടിൽ വന്നിരുന്നത്. ഇപ്പൊ കാറിന്റെ അടുത്തൊക്കെ വന്ന് നിന്ന് കാറെല്ലാം തൊട്ടില്ല ഭാഗ്യത്തിന്, എന്തോ കുരുത്തത്തിന് എന്തായാലും രാവിലെ നോക്കിയത്. കാരണം പിന്നെ വേറെ നാശങ്ങളൊന്നുമില്ല. പക്ഷെ അപ്പുറത്ത് എന്റെ അനിയന്റെ സ്ഥലമുണ്ട്, അവിടെ എല്ലാം കളഞ്ഞു. ഇപ്പുറത്ത് ടീച്ചറിന്റെ സ്ഥലമുണ്ട്, ഇവരുടെ വാഴ കളിച്ചു. കുഞ്ഞീഷൻ നമ്മുടെ തൊട്ടയിലൊക്കെ വാഴയൊക്കെ നശിപ്പിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് നമുക്കറിയത്തില്ല. ഇനിയിപ്പം ഇന്നും വരുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇപ്പം 3 ദിവസം കൊണ്ട് അടുപ്പിച്ചുണ്ട് ഈ ഏരിയ തന്നെയുണ്ട്. ഈ മതിലിങ്ങനെ ചാടി കടന്നു വന്നിരിക്കുക. ഈ മതിൽ ചാടി വന്നിട്ട് നേരെ ഇത് കാറിന്റെ അടുത്തേക്ക് വന്നു. അവിടെ വന്നു 2 കാറിന്റെ ഇടയ്ക്ക് വന്നതിന് ശേഷം അവിടെ നിന്ന് കുറച്ചു നേരം നിന്ന് ആനയൊന്ന് ആലോചിച്ചു അവിടെ എന്നാ ചെയ്യേണ്ടതെന്ന്. അന്നേരേക്കും വീടാന്നൊക്കെ മനസ്സിലാകുന്നത്. പിന്നെ അവിടെ നേരെ അവിടെ ഒരു ആമ്പൽച്ചെടി ഉണ്ടായിരുന്നു, അത് പറിച്ചിട്ട് നേരെ അപ്പുറത്തെ കിണറിന്റെ ഭാഗത്തോട്ടൊക്കെ പോയി അവിടെ ഒന്ന് കറങ്ങി അടിച്ചിട്ട് നേരെ ഈ വന്ന വഴിക്ക് തന്നെ പോയിട്ട് അവിടെ കറങ്ങി. അവിടെ ഇറങ്ങാൻ നോക്കിയിട്ട് സംഭവിച്ചില്ല. ഇറങ്ങാൻ ചില പൊക്കൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് കറങ്ങി അടിച്ചിട്ട് പിന്നെ ഇങ്ങനെ തന്നെ ഇറങ്ങി അങ്ങ് പോവുക ചെയ്തത്. അപ്പുറത്ത് പിന്നെ ടീച്ചറിൻ്റെ ഒക്കെ പോയി കുത്തിപ്പറിച്ച് കളയാൻ പറ്റുന്നതെല്ലാം കളഞ്ഞു. മുളം കൂട്ടങ്ങൾ, വാഴകൾ എല്ലാം കളഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. പിന്നെ അപ്പുറത്ത് പിന്നെ നെല്ലൂര് നമ്മുടെ ജോയിച്ചേട്ടൻ്റെ പറമ്പിലോട്ട് കടന്നിരിക്കുകയാണ്. അവിടുന്ന് പിന്നെ എങ്ങോട്ടാ പോയത് പിന്നെ നമുക്കറിയില്ല. പിന്നെ അത് കടന്ന് ഫോറസ്റ്റിലെത്തി സാധനം. ഇനിയിപ്പോൾ ഇന്ന് സന്ധ്യയ്ക്ക് ഇറങ്ങി വരുള്ളൂ. ഇനി ഇപ്പം 3 ദിവസം അടുപ്പിച്ചുണ്ട് ഇവിടെ. ഇത് പ്രദേശവാസികൾക്ക് മൊത്തം ഒരു വലിയ പേടിസ്വപ്നമായി മാറിയിരിക്കുക. ഇപ്പൊ സന്ധ്യ ആകുമ്പോഴത്തേക്ക് തന്നെ ഇപ്പം പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുകയല്ലേ ഇത്. നേരെ ഒരു ചെറിയ ഒരു മതിൽക്കെട്ട് കടന്ന് ഇപ്പോൾ പുറകിൽ കാണുന്ന കരിനാട്ട് ജോസ് എന്ന് പറഞ്ഞവരുടെ വീട്ടുമുറ്റത്തേക്കാണ് കാട്ടുകൊമ്പൻ എത്തിയത്. ഇവിടെ അന്നേരം കാർ പോർച്ചിൽ വാഹനങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ കുറച്ചു സമയം അത് തമ്പടിച്ചതിന് ശേഷമാണ് പിന്നീട് വന്ന വഴിയിലാണ് കാട്ടാന വീണ്ടും തിരിച്ചു പോയത്. പേരട്ട കല്ലന്തോട് മേഖലയിൽ, കർണാടക വനമേഖലയിൽ നിന്ന് കാട്ടാന എത്തുന്നത് ഇപ്പോൾ പതിവായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. തൊട്ടടുത്ത് ആ വാഴകളൊക്കെ കളഞ്ഞ വീട്ടിന് തൊട്ടടുത്താണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം വന്നിരിക്കുന്നത്. കൊമ്പനാണ്. CCTVയിൽ കൃത്യമായി ആ ആനയുടെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇതൊരു ടൗണാണ്, കല്ലന്തോട് ടൗണാണ്. പള്ളിക്ക് തൊട്ടടുത്തുള്ള ഈ 3 വീടുകളിലാണ് കാട്ടാന വന്നത്. എന്നാൽ വാഴകൾ അല്ലാതെ മറ്റ് കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഇത് ഏറെ ഭീതിയോടെയാണ് നാട്ടുകാർ ഇതിനെ കാണുന്നത്. ഒരുപക്ഷെ ആളുകൾ ആരെങ്കിലും പുറത്തുണ്ടെങ്കിൽ അവരുടെ സ്ഥിതി എന്താവും എന്നാണ് ഇവർ ചോദിക്കുന്നത്. ഏതായാലും ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആബിദ് കീഴ്പള്ളിക്കൊപ്പം ഉന്മേഷ്.